നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന് നെയ്മറുടെ തിരിച്ചുവരവ് സംഭവിച്ചിരിക്കുന്നു. സാന്റോസ് എഫ് സി വേഴ്സസ് ബൂട്ടഫാഗോ എസ് പി മത്സരം കൊമ്പനാറ്റോ പൗലിസ്റ്റയിൽ നെയ്മർ ജൂനിയർ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ രണ്ടാം പകുതിയിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും കുറേ നാളത്തെ പരിക്കിനും മറ്റു പ്രശ്നങ്ങൾക്കുമൊക്കെ ശേഷം വരികയല്ലേ. സോ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ മോശമല്ലാത്ത പ്രകടനം നടത്തി എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ചില മികച്ച അവസരങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരുന്നു. ചില കിടിലൻ ഷോട്ടുകൾ, അത് ഗോൾ കീപ്പർ തടഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ പെനാൽറ്റി ബോക്സിന് മുന്നിലൂടെ വന്നിട്ട് അടിച്ച ആ ഒരു ഷോട്ട് അത് വല്ലാത്തൊരു ഗോളാസുയായി മാറുമായിരുന്നു. അത് സംഭവിച്ചില്ല. ചില നീക്കങ്ങൾ അദ്ദേഹത്തെ പെനാൽറ്റി ബോക്സിൽ ഫൗൾ ചെയ്തു. പലതവണ അദ്ദേഹം ഫൗൾ ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവിലേക്ക് മടങ്ങിയെത്തുന്നതിൻ്റെ മിന്നലാട്ടങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ കളിയിൽ കണ്ടിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അത് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്ക് നോക്കിയാൽ 45 മിനിറ്റ് കളിക്കളത്തിൽ 7 ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തു. അതിലൊന്നായിരുന്നു ഓൺ ടാർഗറ്റ് ആയിട്ട് വന്നത്. ചില അവസരങ്ങൾ അദ്ദേഹം പാഴാക്കിയിട്ടുണ്ട്. 2 കീ പാസുകളാണ് അദ്ദേഹം കൊടുത്തത്. 29 പാസുകളിൽ 25ഉം ലക്ഷ്യത്തിലെത്തി എന്ന് പറയുമ്പോൾ 86% പാസിംഗ് ആക്യുറസി. 15 ഡ്യുവൽസിൽ 8 അദ്ദേഹം വിൻ ചെയ്തു. 83% അതിലെ ആക്യുറസി. 7 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ 3 സക്സസ്ഫുള്ളായി. 5 തവണ അദ്ദേഹം ഫൗൾ ചെയ്യപ്പെട്ടു. കളിയിൽ ഏറ്റവും അധികം തവണ ഫൗൾ ചെയ്യപ്പെട്ട അദ്ദേഹമാണ്. ഒരു ഇൻ്റർസെപ്ഷൻ. അപ്പോൾ sofascore.com അദ്ദേഹത്തിന് നൽകിയ റേറ്റിംഗ് 7.4 അപ്പോൾ ഇങ്ങനെ പരിക്കിൽ നിന്ന് മുക്തനായി തിരികെ വരുമ്പോൾ ഈ ഒരു പ്രകടനം നമുക്ക് മോശമല്ലാത്ത പ്രകടനം എന്ന് തന്നെ വിലയിരുത്താം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.